കഴിഞ്ഞ ആഴ്ച റവല്യൂഷന്റെ ഈ 2-ാം അധ്യായത്തിൽ നിന്ന് പെർഗമോസ് സഭയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്നാൽ ഇന്ന് തുയഥൈര സഭയെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 2 സഹോദരിമാർ 2 ചോദ്യം ചോദിച്ചു. കുഞ്ഞമ്മ സഹോദരി ഒരു ചോദ്യം ചോദിച്ചു. അതെ, ഈ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ശരിക്ക് സംശയമുള്ളത് പഠിച്ച് ക്രമമായിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ തോന്നല്. ഞാൻ ഒത്തിരി വിശദീകരിച്ച പോലെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ പറഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ടാമത് അന്നമ്മ ചോദിച്ചത് ഈ ദൂതന്മാരോടുള്ള മറിയത്തിന്റെ കന്യാമറിയവിന്റെ ഉള്ള പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു. അതിന്റെ ഞാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ ഈ തുയഥൈരയെ കുറിച്ച് വായിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം. അത് ഈ 2-ാം അധ്യായം 18-ാം വാക്യം മുതലുള്ളതാണ്. തുയഥൈര സഭയുടെ ദൂത ഒന്ന് ദയവ് ചെയ്തൊന്ന് വായിക്കുക. പിന്നെ ആരോ മ്യൂട്ട് ചെയ്യാത്തവരുണ്ട്, ഇടയ്ക്ക് ശബ്ദം വരുന്നുണ്ട്. എലിയമ്മ സിസ്റ്റർ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എലിയമ്മ സിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 18 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലാക്കും. അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിൽ ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടല്ലാതെയും ഇരിക്കുന്ന തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുകയും എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ടവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഈ നിക്കോലാവിയ ഉപദേശത്തെ കുറിച്ചും ബിലാമിന്റെ ഉപദേശത്തെ കുറിച്ചും കഴിഞ്ഞ ആഴ്ച പെർഗമോസിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചായിരുന്നു. ഇസബേലിനെ കുറിച്ച് വിശദീകരിച്ചായിരുന്നു. എന്നാൽ ഈ സഭയുടെ വരുമ്പോൾ ഇത് ചെറിയൊരു സ്ഥലമായിരുന്നു, സഭയായിരുന്നെങ്കിലും വലിയൊരു മെസ്സേജാണ് ഇത് കാണുന്നത്. ഈ ചെറിയ സഭയ്ക്ക് ഈ വലിയ മെസ്സേജ് കൊടുത്തതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുയഥൈര സഭ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ വ്യാജ സഭ എന്നുള്ളതാണ് അർത്ഥം. ഏകദേശം 590 മുതൽ 1517 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ തുയഥൈര സഭയുടെ കാലഘട്ടം മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളിത് പഠിക്കുകയാണെങ്കിൽ ആ സമയത്താണ് ഈ ഏറ്റവും വലിയ ദുരുപദേശങ്ങൾ ഈ സഭകളിൽ കടന്നു വന്നത്. എന്തുകൊണ്ട് വ്യാജ സഭയായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ ആഴ്ച ഇതിനോടനുബന്ധിച്ചാണ് ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ, കുഞ്ഞമ്മ സഹോദരി ചോദിച്ചപ്പോൾ പറഞ്ഞു തുയഥൈര സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഈ സഭയെക്കുറിച്ച് വളരെ 1 ദിവസമോ 2 ദിവസം കൊണ്ടോ തീരുകയില്ല. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ സംശയം ചോദിച്ചു തന്നെ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ അന്ന് സഹോദരി ചോദിച്ച ഒരു ചോദ്യം, പർഗറ്ററിയും പറുദീസയും ഒന്നാണോ?
പർഗട്ടറി എന്ന് പറയാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞ ശുദ്ധീകരണ സ്ഥലം അല്ലേ? അപ്പം ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ മരിച്ചതിന് ശേഷം അവിടെ ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നുള്ള ഒരു പഠിപ്പീരാണ് കാത്തലിക് ചർച്ചും പിന്നെ കുറച്ച് ഓർത്തഡോക്സ് ചർച്ചുകാരും ഒരു വിധത്തിൽ അവരും അത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വേദോത്സവത്തിൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ വേദോത്സവത്തിൽ ഒരു വാക്യവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ വേദോത്സവത്തിൽ അതിന് പുറത്ത് പോയിട്ട് മറ്റു കാര്യങ്ങൾ എടുത്താൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ പിന്നെ അതിനെ നമ്മൾ തെളിയിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൂട്ടേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു കള്ളം പറയുകയാണെങ്കിൽ ആ കള്ളത്തെ സ്ഥാപിക്കാൻ ഞാൻ വേറെ ഒരു 10 കള്ളം കൂടെ ചേർക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ വേദോത്സവത്തിന് പുറത്ത് പോയാൽ ഉള്ള പ്രശ്നം അതാണ്. ഈ ഉദാഹരണം അമേരിക്കയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, കോർട്ടിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് പോകുന്നത്. അത് അപ്പം അവിടെ കോർട്ടിൽ ഇപ്പം ഊശിൽ ഒരു കോർട്ടിൽ പോകുമ്പോൾ അവിടെ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചല്ല അവിടെ ചെയ്യുന്നത്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യാനികൾക്ക് നമുക്കുള്ളത് ബൈബിൾ, വിശുദ്ധ ബൈബിളാണുള്ളത്. എന്നാൽ ഇത് ഈ പർഗേറ്ററി എന്നുള്ള ഉപദേശം തന്നെ ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്നോ? ബൈബിളിലുണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ ചരിത്രത്തിൽ കാത്തലിക് സഭയുടെ ചരിത്രത്തിൽ തന്നെ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സത്യസന്ധമായിട്ട് അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വായിക്കാവുന്നതാണ്. ഒരു സമയത്ത് കാത്തലിക് ചർച്ച് ജനങ്ങൾ വേദോത്സവം വായിക്കുന്നതിനെ നിരോധിച്ചു. എന്താണ് നിരോധിച്ചത്? ജനങ്ങൾ വായിച്ചാൽ അവർക്കിത് മനസ്സിലാകും, അവരെ ചോദ്യം ചെയ്യും. സമൂഹത്തിൽ ധനശേഷിയുള്ള ഒരു ഉന്നതന്മാരും ആൾക്കാർ ഇത് പറഞ്ഞു, ജനങ്ങളത് കേട്ടു, അവർ വേദോത്സവം വായിക്കാൻ അവരെ അനുവദിച്ചില്ല. അന്നേരം അവർ വിശ്വസിച്ചു. ഇത് ലിയോൺ എന്ന് പറയുന്ന സ്ഥലത്ത് 1274 ഈ ഉപദേശം അവിടെ സ്ഥാപിക്കുന്നത്, പർഗേറ്ററി എന്നുള്ള ഉപദേശം. അതുവരെ 1-ാം നൂറ്റാണ്ടിൽ ഒരിടത്തും ഇല്ലായിരുന്നു, ബൈബിളിലും ഇല്ലായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വേദോത്സവത്തിൽ വെച്ച് നോക്കുമ്പം ഒരു മരിച്ചു കഴിഞ്ഞ് വേദോത്സവത്തിൽ നോക്കിയാൽ എന്തോ ആണ്, ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവന് ദൈവസന്നിധിയിലാണ് പോകുന്നത്, പറുദീസയിലാണ് പോകുന്നത്, യേശുക്രിസ്തു സന്നിധിയിലാണ്. വിശ്വാസി അല്ലാതെ മരിക്കുവാൻ നരകത്തിലാണ് പോകുന്നത്. അതിന് ചില വാക്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും 2-3 വാക്യങ്ങൾ നമ്മൾ വേദോത്സവത്തിൽ എല്ലാത്തിൻ്റെയും ആൻസർ ഉണ്ട്. വേദോത്സവം ശരിക്കും വായിക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ഉപദേശം കാണുമ്പോൾ ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആണല്ലോ അവിടെ പിന്നെ എഴുതിയിരിക്കുന്ന ധനവാന്റെയും ലാസറിന്റെയും കഥ. അത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ലൂക്കോസ് 16 തോന്നുന്നു. 16 നിങ്ങൾക്കൊന്ന് വായിക്കാമോ ആർക്കെങ്കിലും? 19 16 അധ്യായത്തിലാണ് ധനവാന്റെ ലാസറിന്റെയും കഥ. അതാ വായിക്കേണ്ടത്. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ധനവാനായ ഒരു മനുഷ്യനൊരു കാര്യവിചാരനുണ്ടായിരുന്നു. അവൻ ധനവാന്റെ വസ്തുത നാനാവിധമാക്കുന്നതും ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവൻ അവനെ വിളിച്ച്, നിന്നെ കൊണ്ട് കേൾക്കുന്ന എന്ത്? നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു വരിക, നീ ഇനി കാര്യവിചാരം എത്താൻ പാടില്ല എന്ന് പറഞ്ഞു. സോറി, അതിന്റെ താഴത്തുള്ളത്. ഓക്കെ, ലാസ്റ്റ് 19 മുതലാ വായിക്കേണ്ടത്. 19 തൊട്ട്. ധനവായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരിൽ ഒരു ദരിദ്രൻ മുടം നിറഞ്ഞവനെ അവന്റെ പടുപ്പുരയ്ക്കായി കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിന്റെ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ഉയർത്തുന്ന അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഉപണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയുകയില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമേ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു.
അബ്രഹാം അവനോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല, അബ്രഹാം പിതാവെ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് എന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതൊന്നുകൂടെ വായിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒറ്റ ഒരു സംഗതി തന്നെ യേശുക്രിസ്തു പറഞ്ഞ ഒരു സംഭവ കഥയാണ്. അത് തന്നെ ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പർഗേറ്ററിയിൽ ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഈ ധനവാൻ എന്ന് പറയുന്നത് യഹൂദനായിരുന്നു. യഹൂദ നിയമങ്ങളെല്ലാം അനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ വളരെ നീചനായിരുന്നു. നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികൾ, ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ അറിയാത്ത ആൾക്കാരുണ്ട്. അതാണ് അവസാന ധർമ്മത്തിൽ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പുത്രത്തെ പുറത്താക്കി അത്ഭുതങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാണെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഈ ധനവാന് യഹൂദ നിയമപ്രകാരമുള്ള ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയാണെങ്കിൽ വേറെ ഭക്തരായ യൂതന്മാർ ഇവർക്ക് വേണ്ടി ആ ധനവാന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ ശുദ്ധീകരിച്ച് അവനെ സ്വർഗത്തിൽ പറുദീസയിൽ വിടാമല്ലോ, ലാസറിന്റെ കൂടെ വിടാമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തില്ലല്ലോ. അതിൽ തന്നെ ഇത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ആ പഠിപ്പീര് വേദപുസ്തകം അനുസരിച്ചല്ല. വേറൊന്ന്, വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്ന കത്തോലിക്ക സഭയും മറ്റ് ചില ഓർത്തഡോക്സ് സഭയൊക്കെ അഡോപ്റ്റ് ചെയ്തു. വിശുദ്ധന്മാരാണ് ഇവിടെ പറഞ്ഞ ലാസർ ഒരു വിശുദ്ധനായിരുന്നു. അബ്രഹാമിന്റെ മടിയിലാണ് പറുദീസയിൽ ഉറങ്ങുന്നത്, അവിടെ വിശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാസറിനോട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അബ്രഹാമിനോടാണ് ധനവാൻ പറയുന്നത്, ലാസറിനോട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അത് ലാസറിന് വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ച് വിശുദ്ധന്മാർ മധ്യസ്ഥരായിട്ട് നമുക്ക് വേണ്ടി പുണ്യവാളന്മാരോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലാസർ ഒരു പുണ്യവാളനായിരുന്നു. അപ്പം പുണ്യവാളന്മാർക്ക് നമുക്ക് ശുപാർശ ചെയ്യുമെന്നാണ് പറയുന്നത്. കന്യാമറിയത്തോടും യേശുക്രിസ്തുവിനോടും പുണ്യവാളന്മാർ, ഗീവർഗീസ്, സകല അങ്ങനെയുള്ള പുണ്യവാളന്മാർ. അങ്ങനെയാണെങ്കിൽ ലാസർ അവിടെ റെക്കമെൻഡ് ചെയ്തില്ലല്ലോ. അവിടെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജീവിച്ചിരുന്ന കാലത്ത് നീ അങ്ങനെ ചെയ്തില്ല, ഇവൻ നല്ലതുപോലെ ജീവിച്ചു, അത് ഒരിക്കൽ ജനിക്കുകയും പിന്നെ ന്യായവിധിയുമാണുള്ള എബ്രായ ലേഖനം 9:27 ഒന്ന് വായിച്ചു. സംശയം അവിടെ ക്ലിയർ ആയിട്ട് വേദപുസ്തകത്തിലുണ്ടല്ലോ, 9:27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ. അപ്പം അവിടെ അതിന്റെ അർത്ഥം തന്നെ അവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേദപുസ്തകം മുഴുവൻ 1 കൊരിന്ത്യർ 3:12-15 ഇപ്പം ത്രിയേക സഭയെ കുറിച്ച് ഇന്ന് അധികം അത് പറയാൻ, അതിനോട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം, അതിനോട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന വാക്യങ്ങളെല്ലാം. 1 കൊരിന്ത്യർ 3:12 ആ അടിസ്ഥാനത്തിന്മേൽ പണിനോട്ട്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് നീ തന്നെ ശോധന ചെയ്യും. അവനവന്റെ പ്രവൃത്തി ഇന്ന് തന്നെ. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തനുസരിച്ചാണ്. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ റിലേറ്റീവ്സും സഭക്കാരും എല്ലാം കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഞാൻ മോഷണം നടത്തിയെങ്കിൽ ആ മോഷണം പ്രാർത്ഥിച്ചാൽ ഒന്നും എനിക്ക് എന്നെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് വിടുന്നില്ല. എന്നാൽ വിശ്വാസി എന്ന് പറയുന്ന അവിടെ ഇവിടെ വ്യവസ്ഥ പിന്നെ നിങ്ങൾക്ക് വേണേ എഴുതിയെടുത്തു. 2 കൊരിന്ത്യർ 5:10 നിങ്ങൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ 2 കൊരിന്ത്യർ 5:10. ഇപ്പം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, വായിപ്പിക്കുന്നില്ല. പിന്നെ എഴുതിയെടുക്കാൻ റോമാലേഖനം 4:12. അപ്പൊ പറുദീസ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ മടിയിൽ അവിടെ ലാസർ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മരിക്കുന്ന ഉടനെ യേശുക്രിസ്തു സന്നിധിയിലാണ് പോകുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ അറിയാത്തവര് നിത്യനരകത്തിലേക്കാണ്. ഇടയ്ക്ക് ഒരു സ്ഥലമില്ല. അതിനാൽ ഇത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ആരാധന. ത്രിശങ്ക സ്വർഗം എന്ന് പറയും. സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ളത്. നമ്മളെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്, ത്രിശങ്ക സ്വർഗത്തിലായി. അവൻ ത്രിശങ്ക സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യയുള്ള ഒരു സ്ഥലമാണ്.
അത് ഹിന്ദു മതത്തിലുണ്ട്, ഇസ്ലാം മതത്തിലുണ്ട്, മറ്റു മതത്തിലുണ്ട്. ഇത് യേശുക്രിസ്തുവിന് മുമ്പ് തന്നെ ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് മറ്റ് മതങ്ങളിലൊക്കെ പഠിപ്പിച്ചിരുന്നു. ഇത് ബോറോ ചെയ്തതാണ്. ആൾക്കാര് അവർക്ക് തോന്നി ഇത് വേണമെന്ന് തോന്നി അങ്ങനെ അഡോപ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും പിന്നെ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടോ, അതോ ഇത് നിങ്ങൾ വായിച്ചിട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ? എന്തോ പറയുന്നു? കുഞ്ഞമ്പ സൗകര്യ ചോദിച്ചത്. ഇത് ഇവിടെ ഉണ്ടോ, ഇന്ന് ഉണ്ടോ, അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അത് പിടികിട്ടിയോ എന്ന് സിസ്റ്ററാ ചോദിച്ചത്. കുഞ്ഞമ്മ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. കുഞ്ഞമ്മ പറയുന്ന കേൾക്കത്തില്ല. എന്തേലും പറയുവാന്നേലും കേൾക്കാം. യേശുക്രിസ്തു ക്രൂശിന്മേൽ ആയിരുന്നപ്പോൾ വലതുഭാഗത്തെ കള്ളൻ ചോദിച്ചതില്ല, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമെന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് എങ്ങനെയാ? അപ്പൊ താങ്ക് യു. എന്നെ ഓർപ്പിച്ചത് ഞാൻ വിട്ടുപോയ ഒരു കാര്യം, അത് പറയാനിരുന്നതായിരുന്നു. അതാണ് അടുത്ത പ്രൂഫ്. അതാണ്. താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. യേശുക്രിസ്തു മരിച്ചപ്പോൾ ഈ വലത്തുവശത്ത് എന്നുള്ള ഒരു ബൈബിൾ ഈ വലത്തുവശത്തൊന്നുമില്ല. മനുഷ്യൻ പിന്നെ പഠിപ്പിച്ചതാണ്, കൊച്ചിലെ പോലെ നമ്മളെ പഠിപ്പിച്ചാണ് വലത്തുവശത്തെ കള്ളനെന്ന്. അപ്പം ബൈബിളിൽ ഒരു കള്ളനെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത് അവിടെ. രണ്ടാമത്, നീ എന്നോടുകൂടെ ഇന്ന് പറുദീസയിൽ, യേശുക്രിസ്തുവിന്റെ സമീപമാണ് പറുദീസ എന്ന് പറഞ്ഞാൽ. അവന് ശുദ്ധീകരണ സ്ഥലമല്ല, അവനെന്തോ ഒരു കള്ളനായിരുന്നു. അതിൽ കൂടി ഒരു ഇനി പിന്നെ കുഞ്ഞമ്മ സഹോദരനെ ആൻസർ ഇപ്പം പറഞ്ഞു. അവിടെ വേറെ അവനാ കള്ളന് ശുദ്ധീകരണ സ്ഥലത്തൊന്നും പോകേണ്ട കാര്യം, യേശുക്രിസ്തുവിന്റെ കൂടാണ്. നീ എന്നോടുകൂടെ ഇന്ന് പറുദീസയിലിരിക്കും. ആ പറുദീസയിലാണ് ഞാൻ മരിക്കുമ്പോഴും സൗരി മരിക്കുമ്പോഴും വിശാൽ മരിക്കുമ്പോഴും യേശുക്രിസ്തുവിനോടെ പോകുന്നത്. അല്ല, ഈ ശുദ്ധീകരണ സ്ഥലത്തിലല്ല. അല്ല, യേശുക്രിസ്തു അങ്ങനെയാണെങ്കിൽ പറയണമായിരുന്നു, നീ എന്നെ വിശ്വസിച്ച് നന്നായി പോയി, എന്നാൽ നിന്നെ ശുദ്ധീകരണ സ്ഥലത്ത് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് നീ എന്നോടുകൂടെ യോഗം ചെയ്യും, നമ്മൾ വീണ്ടും കാണും, മുഖാമുഖം കാണുമെന്നായിരുന്നു പറയേണ്ടത്. അങ്ങനല്ല പറയും. നീ സത്യം യേശുക്രിസ്തുവിന് ശുദ്ധീകരണം ആവശ്യമില്ലല്ലോ. യേശുക്രിസ്തുവിനല്ല, യേശുക്രിസ്തുവിനോട് കള്ളൻ നീക്കെന്ന് പറഞ്ഞാൽ കള്ളനെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോഴേ അവൻ ശുദ്ധീകരിച്ചു, അവന് ശുദ്ധീകരണം കിട്ടി. നമുക്ക് കുഞ്ഞമ്മ സഹോദരി യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അവൻ ആണ് ഇനി എന്റെ കർത്താവെന്ന് റിയലി പറയുകയാണെങ്കിൽ വിശുദ്ധയായി കഴിഞ്ഞു. അതാ ഞാൻ പറയാൻ വന്നത്. യേശുക്രിസ്തുവിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവൻ പറുദീസയില് യേശുക്രിസ്തുവിന്റെ കൂടെ അവന്റെ സകല പാപം അതിനാല് തീർന്നു. ദാറ്റ്സ് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പം പിന്നെ നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മൾ ശുദ്ധരായി. പക്ഷേ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാപം ചെയ്യും. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഏറ്റുപറയുന്നതും. നമ്മൾ കൂടെ പ്രാർത്ഥിക്കാനും ഏറ്റുപറയാനും അതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാളെ രക്ഷ നഷ്ടപ്പെടുന്നില്ല. നമ്മൾ വിശുദ്ധരാകും. നമ്മൾ മരിക്കുന്ന അതേ സമയം തന്നെ യേശുക്രിസ്തുവിനോട് പറുദീസയിൽ പോകും. അല്ല, ഒരു പർഗറ്ററി, വിശുദ്ധ സ്ഥലത്ത്, പർഗറ്ററി എന്ന് പറയുന്ന സ്ഥലത്തല്ല പോകുന്നത്. അതാണ് ആ ലാസ്റ്റ് എനിക്ക് അതായിരുന്നു പറയാനുള്ളത്. അത് ഞാൻ എൻ്റെ നോട്ടിൽ വിട്ടുപോയതാണ്. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ദാറ്റ് സബ്ജക്ട്. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം അന്നമ്മ ചോദിച്ച് വെർജിൻ മേരിയോടുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ്. അതിന്റെ ചരിത്രം നോക്കിയാലും ഈ 1964 ഈ 64 എന്ന് പറയുന്നത് വളരെ നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന പലരുടെയും ചെറുപ്പകാലത്ത് ഞാൻ കോളേജിൽ പഠിച്ച സമയമാണ്, ഹൈസ്കൂൾ കോളേജിൽ ചേർന്ന സമയം. 64 പോപ്പ് പോള് 6-മനാണ് ഡിക്ലെയർഡ് ബ്ലസ്സഡ് വെർജിൻ മേരി ആസ് എ മദർ ഓഫ് ദി ചർച്ച്, ചർച്ചിന്റെ മദറായിട്ട് പ്രഖ്യാപിച്ചത്. അന്നേരം അതുവരെ ഇല്ലായിരുന്നു. അപ്പം വേദോസ്തത്തിലുണ്ടായിരുന്നു ആൻഡ് മദർ ഓഫ് ഗോഡ്. അപ്പം ദൈവത്തിന് അമ്മയുണ്ടോ? ദൈവത്തിന് ആദ്യവും അന്ത്യവും ഇല്ലെന്നാ പറയുന്നത്. ദൈവത്തിന് അമ്മയുണ്ടോ? അപ്പനുണ്ടോ? ഇല്ല. യേശുക്രിസ്തു മനുഷ്യനായിട്ട് ജനിച്ചു. പക്ഷെ അത് ഏറ്റവും ബ്ലസ്സഡ് ആയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു കന്യകയെ ദൈവം തിരഞ്ഞെടുത്തു. അവൾ അനുഗ്രഹിക്കപ്പെട്ട ആള് തന്നെയാണ്. പക്ഷേ കന്യാമറിയവും പറയുന്നത് കന്യാമറിയവിന് രക്ഷ ആവശ്യമുണ്ട്. കന്യാമറിയ എന്നെ പോലെയും മറ്റുള്ള നിങ്ങളെപ്പോലെ എല്ലാവരെയും പാപിയായിരുന്നു. യേശുക്രിസ്തുവിനാലാണ് അനുഗ്രഹിക്കപ്പെട്ടവളാണെങ്കിലും ബൈബിളിൽ ഒരു വാക്യവും അവിടെ കാണുന്നില്ല. എന്നാൽ ഈ ആദ്യകാലത്തെ ഇങ്ങനെ പലരും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ വേറൊന്ന് വളരെ തമാശ, ദി അസംഷൻ ഓഫ് ദി ബ്ലസ്സഡ് വെർജിൻ മേരി, പോപ്പ് പിയൂസ് 12-മനാണ് 1950 ഡിക്ലെയർ ചെയ്തത്. അപ്പം ഇതിൽ പറയുന്നത്, വൺ ഗ്രൂപ്പ് സേസ് ദാറ്റ് ജീസസ് ടുക്ക് ഹിസ് മദർ
ടു ഹിംസെൽഫ്. അപ്പം അസംഷൻ ഓഫ് ദി മറിയ ഉടലോടെ സ്വർഗത്തിൽ പോയെന്ന് പറയുമ്പോൾ അവിടെ രണ്ട് അഭിപ്രായമുണ്ട്. അവിടെ യേശുക്രിസ്തു മരിച്ച പോലെ മറിയ മരിച്ചിട്ട് 3-ാം ദിവസം, ചിലർ പറയുന്നത് 3-ാം ദിവസം ഉടലോടെ സ്വർഗത്തിലേക്ക് പോയെന്നാണ്. വേറൊരു കൂട്ടർ പറയുന്നത് വയസ്സായി മരിക്കുന്നതിന് മുമ്പ് ഉടലോടെ സ്വർഗത്തിലേക്ക് പോയെന്നാണ്. ഇതിലൊന്നും വേദോത്സവത്തിലൊന്നും യാതൊരു വാക്യവുമില്ല. ഇവിടെ നമ്മൾ കന്യാമറിയയെ കുറിച്ച് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലാണ് അവസാനമായിട്ട് കാണുന്നത്. അതിനുശേഷം ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അന്ന് മറ്റ് 120 കൂടെ തന്നെ മാറിയ മുകളിൽ കന്യാമറിയെ അവിടെ പ്രാർത്ഥിച്ചിരുന്നു. യേശുക്രിസ്തുവിനോട് കന്യാമറിയെ പ്രാർത്ഥിച്ചു. പിന്നെ മനുഷ്യനുണ്ടാക്കിയ സംഗതികളാണ് ഇതെല്ലാം. അതൊന്നുണ്ടായി കഴിയുമ്പം പിന്നെ കന്യാമറിയം, അപ്പൊ യേശുക്രിസ്തു വളരെ ക്ലിയറായിട്ട് വേദത്തിൽ പറയുന്നുണ്ട്, എനിക്കും പിതാവിനും മധ്യസ്ഥൻ ഞാൻ മാത്രം, വേറെ അല്ലാതെ ആരുമില്ല. കന്യാമറിയം എങ്ങനെ മധ്യസ്ഥനാകുന്നത്? നമ്മൾ മറിയോട് പ്രാർത്ഥിച്ച് മറിയെ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതെല്ലാം മനുഷ്യ നിലവാണ്. ഞാൻ അത് ഇവിടെ നിങ്ങൾക്ക് അത് സ്ലോ ആയിട്ട് അത് വായിക്കാം. ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ ഞാനത് ഫാക്സ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഇത് ഫയലായിട്ട് PDF ഫയലായിട്ട് അയക്കാം. ഈ ആചാരങ്ങളെല്ലാം ബൈബിൾ ഇല്ലാത്ത എങ്ങനെയാ മനുഷ്യൻ കാട്ടിക്കൂട്ടിയത്? അതിന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഒന്ന് ആവശ്യമില്ലാതെ തുടങ്ങിയ പിന്നെ ബാക്കിയെല്ലാം തുടങ്ങണം. 2-ാം നൂറ്റാണ്ടിലാണ് പിന്നെ 2nd century AD the leaders of the church stated being called a priest. ഈ പുരോഹിതന്മാരെന്ന് വിളിക്കുന്നത് 2-ാം നൂറ്റാണ്ട് മുതലാണ്. 1-ാം നൂറ്റാണ്ടില് ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കുക. എങ്ങനെയാ യോഹന്നാനും പത്രോസ് എന്തുവാ പറയുന്നത്? യോഹന്നാനും ഒക്കെ അവരെ കുറിച്ച് എന്തുവാ പറയുന്നത്? പ്രീസ്റ്റ് എന്നാണ്, തിരുമനസ്സെന്നാണ് പറയുന്നത്. ഞാൻ എന്റെ പത്രോസ് ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അരുളി ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലേ? കേൾക്കാം. അപ്പൊ പത്രോസിനെ സംബോധന ചെയ്ത് എങ്ങനെയാ? കൂട്ടുമൂപ്പനെന്നല്ലേ? അതെ, പത്രോസിനെ സംബോധന ചെയ്യുന്നത് എങ്ങനെന്നാന്നോ ചോദിച്ചേ? അതല്ല, പത്രോസ് തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ തിരുമനസ്സുകൊണ്ട് ഞാൻ അരുളി ചെയ്യുന്നു എന്നല്ലല്ലോ, കൂട്ടുമൂപ്പനായ. അല്ല അതെ. അപ്പൊ ഈ പ്രീസ്റ്റെന്ന് വന്നത് 2-ാം നൂറ്റാണ്ട് മുതലാണ് ഇങ്ങനെ ചില ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയത്. പിന്നെ AD 300-ലാണ് ഈ പ്രേയർ ഫോർ ദി ഡെഡ് വാസ് സ്റ്റാർട്ടഡ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയാണെന്ന് പിന്നെ ഈ ലാസറിന്റെ കഥയും പിന്നെ നമ്മളിപ്പം വായിച്ചതിനാണ്. ഈ ധനവാന് വേണ്ടി അവർ പ്രാർത്ഥിക്കണമായിരുന്നു. പിന്നെ ലാസറിനോട് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ലാസറോട് റെക്കമെൻഡ് ചെയ്താൽ മതിയായില്ല. അബ്രഹാമിനോട് റെക്കമെൻഡ് ചെയ്തിട്ട് അബ്രഹാം ദൈവത്തോട് റെക്കമെൻഡ് ചെയ്ത് കാര്യം സാധിക്കായിരുന്നല്ലോ. അതിന് അവിടെ പറയുന്ന 5 പേര് ഉണ്ട്. അവിടെ ധനവാൻ പറയുന്നത് എന്റെ സഹോദരന്മാർ 5 പേരുണ്ട്, അവരെ ഇവരെ ഒന്ന് അയക്കണമെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താ പറയുന്നത്? അത് അവിടെ ബൈബിളുണ്ട്, തിരുവഴുത്തുണ്ടെന്നാണ്. മോശയും പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. അതാണ് അബ്രഹാം പറയുന്നത്. അത് വിശ്വസിക്കാത്തവൻ മരിച്ചവരൊന്നും ഒഴുത്തും ചെന്നാലും വിശ്വസിക്കില്ലെന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ആദ്യം വായിച്ച ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനോട് അനുബന്ധിച്ച്. ഇതെല്ലാം എഴുതി ചേർത്തതാണ്. പിന്നെ മനുഷ്യനിർമ്മിതമാണ്, വേദോത്സവത്തിലുള്ള വാക്യങ്ങളെ അല്ല. അതുകൊണ്ടാണ് AD 320-ലാണ് ലൈറ്റഡ് കാൻഡിൽ, ഈ മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥന തുടങ്ങിയത്. AD 320-ലാണ്. ഇത് മറ്റുള്ള ഈ ചരിത്രം കാത്തലിക്ക് അവർ ഓണസ്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ചരിത്രമുണ്ട്, എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തതാണ്. ഇതൊന്നും കഥകളോ ഉണ്ടാക്കി ചമയ്ക്കുന്നതല്ല. AD 350-ലാണ് പോപ്പ് ജൂലിയൻ ഡിക്ലെയർ സെലിബ്രേഷൻ ഓഫ് ക്രിസ്മസ്. ഡിസംബർ 25-ന് ക്രിസ്തുമസ്. AD 150 വരെ ആരും ആദിമ ചർച്ചോ ആരും ഒഴിച്ചതായിട്ട് ചരിത്രത്തിലുമില്ല, വേദോത്സവത്തിലുമില്ല. AD 375-ലാണ് വർഷിപ്പിംഗ് ഓഫ് ദി ഡെഡ് സെയിൻസ് ആൻഡ് ഫിഗറീൻസ് ഓഫ് ദി സെയിൻസ്. ഈ പുണ്യവാളന്മാരുടെ രൂപം ഉണ്ടാക്കുന്നതും അങ്ങനെ അവരോട് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ആ AD 375-ലാണ് തുടങ്ങിയത്. AD 430-ലാണ് എഫേസോസ് കൗൺസിലാണ് മേരി കന്യാമറിയം ദൈവത്തിന്റെ മദറാണെന്ന്, അമ്മയാണെന്ന് ഡിക്ലെയർ ചെയ്തതെന്നാണ്. ഈ ഗ്രാജുവലായിട്ടാണ്. ഒടുവിൽ മറിയയ്ക്ക് 1950s-ലാണ് വലിയ പിന്നെ പ്രൊമോഷൻ കൊടുത്തത്. ഞാൻ ആദ്യം അത് പറഞ്ഞായിരുന്നല്ലോ. ഗ്രാജുവലി കൊണ്ടുവരുന്നത്. AD 500-ലാണ് ദ പ്രീസ്റ്റ് സ്റ്റാർട്ടഡ് വെയറിംഗ് സ്പെഷ്യൽ റോബ്. 2 ആഴ്ചക്ക് മുമ്പ് നിങ്ങൾ ആരാണ്ട് ചോദിച്ചായിരുന്നു ഈ ഡ്രസ്സ് ധരിക്കുന്ന പുരോഹിതന്മാരുടെ ഡ്രസ്സിനെ കുറിച്ച് നിങ്ങൾ ആരാണ്ട് ചോദിച്ചായിരുന്നു. അത് ആ ഡ്രസ്സൊക്കെ പ്രത്യേക ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങിയത് AD 500-ലാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ ചരിത്രം തന്നെ ഈ യാക്കോബ മറ്റ് കാത്തലിക് വിധത്തിലുള്ള സെക്യുലർ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. സെന്റ് തോമസ് വന്നതിനെ കുറിച്ച് വരുന്ന കേരളത്തിലെ അവിടെ എഴുതിയിരിക്കുന്ന ചരിത്രം പറയുന്നത് ഈ
പോർച്ചുഗീസുകാരൊക്കെ വരുമ്പം കാനായി തൊമ്മനൊക്കെ 4-ാം നൂറ്റാണ്ടാണ് കാനായി തൊമ്മനൊക്കെ വരുന്നത്. അപ്പം അവിടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അലഞ്ഞു തിരിഞ്ഞ് നേതാക്കന്മാരില്ലാതെ നടക്കുകയായിരുന്നു. അവർക്ക് സാധാരണ വസ്ത്രമായിരുന്നു, അവർക്ക് പ്രത്യേക ഡ്രസ്സില്ലായിരുന്നു, അവർ വീടുകളിലാണ് കൂടിക്കൊണ്ടിരുന്നത്. അവരുടെ അവിടുത്തെ ചർച്ചിനെ സഭയെ ലീഡ് ചെയ്യുന്നവർ മൂപ്പന്മാരായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് സെക്യുലർ അല്ല, വേറെ ആരും എഴുതി വെച്ച് ബ്രദറുകാരോ ബന്ധക്കോസോ എഴുതി വെച്ച് നമ്മുടെ കേരളത്തിലെ ചേർത്തണം. അന്നേരം അവർ ധരിച്ചു ബിഷപ്പന്മാരില്ലാതെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അലിഞ്ഞെത്തി നടക്കുക. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് ലോകം മുഴുവന് ആദ്യം ക്രിസ്ത്യാനിറ്റി എന്നപ്പം ഓരോരോ സഭയും ലോക്കലായിരുന്നു. അവിടെ സഭയിൽ മൂപ്പന്മാരുണ്ടായിരുന്നു, അല്ല ആർച്ച് ബിഷപ്പോ അങ്ങനെയുള്ള പ്രത്യേക ഡ്രസ്സോ ഒന്നുമില്ലായിരുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികളെ ആൾക്കാർക്ക് പ്രത്യേക ഡ്രസ്സില്ലായിരുന്നു, നേതാന്മാർക്ക് അങ്ങനെ ഇല്ലായിരുന്നു എന്ന് കേരള ചരിത്രത്തിൽ തന്നെ, സെക്യുലർ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. ഞാനത് പലയിടത്തും എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുമുണ്ട് താനും ആ കാര്യങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. AD 522 ഈ അന്ത്യകൂദാശ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, മരിക്കുമ്പോൾ അന്ത്യകൂദാശ. എത്ര കൂദാശയുണ്ട് ബൈദവേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? 5 അച്ഛന്മാർക്ക് 7 കൂദാശയല്ലേ ആകെയുള്ളത്? 8 അച്ഛന്മാർക്ക് കൂടുതലുണ്ട്. അർമേനികൾക്ക് 4 ഉള്ളൂ. അപ്പൊ 7 പിന്നെ ടോട്ടല് പിന്നെ കാത്തലിക്സിന്റെ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അന്ത്യകൂദാശ എന്ന് പറഞ്ഞാൽ മരിക്കാൻ നേരത്ത് അവര് അന്നേരം മരിക്കാൻ നേരത്തെ ഉള്ള ഏത് കൂദാശ ചെയ്താലും യേശുക്രിസ്തു രക്ഷിക്കപ്പെടാത്തവരാണ്. അതെ, തൈലാഭിഷേകം ചെയ്താലും രക്ഷിക്കപ്പെടാത്തതാണെങ്കിൽ നരകത്തിൽ പോകും, അത് ചെയ്തില്ലെങ്കിലും രക്ഷിക്കപ്പെടാൻ സ്വർഗത്തിൽ പോകും. ദാറ്റ്സ് പ്ലെയിൻ ആൻഡ് സിമ്പിൾ ഫ്രം ദ ബൈബിൾ. ഇത് മനുഷ്യൻ ഓരോ കാര്യങ്ങൾ സംഘടിപ്പിച്ചത് അവര് പൈസയുള്ളവരും ധനികന്മാരും കുറച്ച് പഠിത്തമുള്ളവരും മറ്റുള്ളവരെ ഏൽപ്പിച്ചു, അങ്ങനെ കാര്യങ്ങൾ പോയി. അതുകൊണ്ടാണ് AD 610 ബോണിഫസ് എന്ന് പറയുന്ന പോപ്പ് എന്ന് വിളിച്ചു. അതിനുമുമ്പ് ബിഷപ്പ് ഓഫ് റോം എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പോപ്പ് അല്ലെങ്കിൽ പാപ്പ എന്ന് വിളിക്കാൻ തുടങ്ങുന്ന AD 620. അത് ബോണിഫസ് 3-ാമൻ റോമിലെ പോപ്പായിരുന്നപ്പോഴാണ്. റോമിലെ അധിപനായിരുന്നു, ബിഷപ്പായിരുന്നു. റോമിലെ ബിഷപ്പിനെ പോപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങിയ AD 610 അല്ലെ പാപ്പ എന്ന് വിളിക്കുന്നത്. അതിന് മുമ്പ് അതില്ലായിരുന്നു. അപ്പം മനുഷ്യനിർമ്മിതത്തിന്റെ ഇത് ചരിത്രം ശരിക്കും പഠിച്ചാൽ ഇതെല്ലാം ബൈബിളും വായിക്കുകയാണെങ്കിൽ ഇതെല്ലാം ക്ലിയറായിട്ട് നിങ്ങൾക്ക് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ ഇത് പറയുന്നുണ്ട്, വേദോസ്തവം നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാക്കുകയില്ല. എന്നാൽ അങ്ങനെയല്ല, ഈ ഹിന്ദുക്കളുടെ ഗ്രന്ഥമാണെങ്കിൽ സംസ്കൃതത്തിലാണ്, നമുക്ക് വായിക്കാൻ പറ്റുകയില്ല. മലയാളത്തിലാണെങ്കിലും കട്ടിയുള്ള ഭാഷയിലാണ്. മറ്റുള്ള ഭാഷയിൽ കേരളത്തില് പണ്ട് ഓർത്തഡോക്സിലും എല്ലാം ചെയ്ത് സുറിയാനിയിലായിരുന്നു. പക്ഷെ ബൈബിളിനെ സംബന്ധിച്ച് പണ്ഡിതനും പാമരനും പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനൊന്നും ഇല്ല. ഈ സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കുന്ന രീതിയിലാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, എഴുന്നേറ്റു എന്ന് വായിച്ചാൽ സ്കൂളിൽ പോകാത്തവർക്ക് തന്നെ ഇത് അറിയാമെങ്കിൽ, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാകുന്നതാണ്. അത് പരിശുദ്ധാത്മാവ് അന്നേരം വരും, നമ്മളെ കൂടുതൽ നമുക്ക് ബുദ്ധി ഉപദേശിക്കും. അതുകൊണ്ടാണ് വേദോസ്തവം വായിക്കരുതെന്ന്. വായിച്ചാൽ അത് മനസ്സിലാകും. ഇത് വളരെ സുവിശേഷം വളരെ സിമ്പിളാണ്. ഹിന്ദു മതത്തിൽ സംസ്കൃതത്തിലാണ് എല്ലാം ചൊല്ലുന്നത്, എല്ലാം ആരാധനയെല്ലാം. അത് മുസ്ലിങ്ങൾക്കാണെങ്കിൽ അവരുടെ അറബിക്ക് ജോലിയിലേ പറ്റൂ. AD 782 ഈ ക്രോസ് ഈ കുരിശിന് മുമ്പാകെ കുനിയുന്നതും അതിനെ ഉപയോഗിക്കുന്നതും എല്ലാം അന്നാണ് തുടങ്ങിയത് ചർച്ചില് ഒഫീഷ്യലായിട്ട്. AD 1079 പോപ്പ് ഗ്രിഗറി 7-ാമനാണ് മാര്യേജ്, പ്രീസ്റ്റിന് പുരോഹിതന്മാർക്ക് കല്യാണം കഴിക്കാൻ ഒക്കുകയില്ല. അതുവരെ പുരോഹിതന്മാർക്ക് കല്യാണം കഴിക്കാമായിരുന്നു. AD 1079 അന്നാണ് പോപ്പ് ഗ്രിഗറി 7-ാമനാണ് പ്രീസ്റ്റ് അവിടെ സെലിബസി ആചരിക്കണം, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾ വേദോസ്തവത്തിൽ ഒരു വാക്യമുണ്ടോ, മൂപ്പന് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആർക്കെങ്കിലും പറയാമോ കല്യാണത്തെ സംബന്ധിച്ച്? ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന്. ഓക്കെ, അവിടെ വേദോസ്തവത്തിൽ പറയുന്നത് മൂപ്പന് ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അവൻ മക്കളെ ശരിക്കും പഠിപ്പിക്കണം. അവർക്കാണ് അങ്ങനെയുള്ളവരാണ് സഭയെ നയിക്കേണ്ടി എന്നുള്ളതാണ് വേദോസ്തവത്തിൽ. അതാണ് കല്യാണം കഴിക്കരുതെന്നുള്ള കിടക്ക നിർമ്മലമാണെന്നാണ് പറയുന്നത്. സഭയിലെ മൂപ്പന്മാർ, അത് പത്രോസിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, പത്രോസിന്റെ അമ്മായിമ്മയല്ലേ പനി പഠിച്ചു കിടന്നപ്പോഴല്ലേ യേശുക്രിസ്തു സൗഖ്യമാക്കിയത്. അപ്പം ഇതെല്ലാം അപ്പൊ ഈ വേദോസ്തവത്തിൽ എന്താ പറയുന്നത് നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ മനുഷ്യൻ നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ ഹിന്ദുമതത്തെ പോലെ തന്നെ മറ്റു മതങ്ങളെ പോലെ തന്നെ ക്രിയേറ്റഡ് സിസ്റ്റം, ഒരു ന്യൂ സിസ്റ്റം, ബൈബിളിനെതിരായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കി. കല്യാണം കഴിക്കരുതെന്ന് പറയാം. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ വായിക്കുന്നവർക്ക് അറിയാമല്ലോ, കല്യാണം കഴിക്കാൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ടായിരിക്കുമല്ലോ പത്രത്തില്. പിന്നെ AD 1090
റോസറി സ്റ്റാർട്ട് ചെയ്തത്. യൂസ് ഓഫ് റോസറി. റോസറിയുടെ മലയാളം എന്നാ? കൊന്ത. താങ്ക് യു. പിന്നെ 1200 7 ഹോളി സെറമണീസ് വർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ അത് മുമ്പേ പറഞ്ഞു 7 സെറമണി 1200 1215 സെറമണി ഓഫ് കൺവെർഷൻ വാസ് സ്റ്റാർട്ടഡ്. സെറമണി ഓഫ് കൺവെർഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്ന് മനസ്സിലായോ? കൺഫെഷനോ? കുമ്പസാരം. അവിടെ ഇവിടെ ഈ നിരീശ്വരനായ ഇടമറുക് വന്നപ്പോൾ എന്നോട് കഥ പറയും. ഇന്ത്യയിലെ പിന്നെ ഈ യുക്തിവാദിയുടെ പ്രസിഡന്റ് ആയിരുന്നു പുള്ളി. കാതലിക് ഇതില് അവിടെ വലിയ ചെറുപ്പത്തിൽ തന്നെ അച്ഛന്മാരുടെ കൂടെയാണ് താമസം. വലിയ വിശ്വാസിയായിരുന്നു. അപ്പൊ അവിടെ കുമ്പസരിച്ചു പറഞ്ഞ അയലോക്കത്തൊരു പെൺകുട്ടിയുമായിട്ട് പുള്ളിക്ക് ചെറിയൊരു സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് അതിന് താക്കീത് ചെയ്താൽ ക്ഷമയൊക്കെ ചോദിച്ചു. എന്നോട് പറഞ്ഞ കഥയാണ്. ഇവിടെ വന്നപ്പോൾ മുസ്ലിം വന്നപ്പോൾ ഞങ്ങൾ സ്വീകരണം കൊടുത്തു. എനിവേ ചുരുക്കി പറഞ്ഞാൽ പുള്ളി പറഞ്ഞ 5-6 മാസം കഴിയുമ്പോൾ ആ പെണ്ണ് പ്രഗ്നന്റായി അയച്ചെന്ന് നിന്ന്. അപ്പം കഥകൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് അർത്ഥമില്ല. മിസ്യൂസ് എല്ലായിടത്തും ചെയ്യും. നല്ലവരെല്ലായിടത്തും ഉണ്ട്. പിന്നെ ഹിന്ദുക്കളിലും ഉണ്ട്, മുസ്ലിങ്ങളിലും ഉണ്ട്, എല്ലായിടത്തും നല്ലവരുണ്ട്, ക്രിസ്ത്യാനികളിലും ഉണ്ട്. പക്ഷേ ഈ മനുഷ്യനോട് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ യേശുക്രിസ്തു ആണ് മധ്യസ്ഥൻ. പിതാവിനോട് പറയാം യേശുക്രിസ്തു മൂലമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. വേദോസ്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെയുള്ള തകരാറുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. AD 1215 പോപ്പ് ഇന്നസെന്റ് III ഡിക്ലെയർ തിയറി ഓഫ് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ ഓഫ് ദി ബ്രെഡ് ആൻഡ് വൈൻ. അതെന്നാന്നറിയാമോ? പിന്നെ ബ്രെഡും വൈനും അതിനെ കുറിച്ച് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് പിന്നെ ബ്രെഡ് തിരുശരീരമായിട്ടും വൈൻ തിരുരക്തമായിട്ടും ആയിത്തീരും എന്നുള്ള ഒരു പഠിപ്പിക്കലുണ്ട്. അപ്പം ഇത് അതിന് വേദോസ്തത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് എന്റെ രക്തം. പിന്നെ ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്നാ പറയുന്നത്. ഓർമ്മയ്ക്കായിട്ട് ജീവൻ. യേശുക്രിസ്തു പറഞ്ഞ ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞു. അവിടെ ഒരു അലങ്കാര ഭാഷയില്ലാന്ന് പറഞ്ഞത്. ഈ അപ്പം എന്റെ ശരീരം രക്തമായി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് മീൻ ചെയ്യുന്നത്. അല്ലെ രക്തം കുടിക്കുമ്പോൾ രക്തം ചുവയ്ക്കുമോ, അല്ലെങ്കിൽ അത് തിന്നുമ്പം ഫ്ലഷ് മാംസം രുചി വരികയില്ലല്ലോ. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്ത് ഓർമ്മയ്ക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. അത് മാറുമെന്ന് വേദോസ്തത്തിൽ ഒരിടത്തുമില്ല. അത് ഓർമ്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ പോപ്പ് ഇതിനെ സ്ഥാപിച്ചതായിട്ടല്ല. ഇപ്പോഴും കർത്താവ് വന്ന് സെഹ്യോൻ മാളിയിൽ ചെയ്തതിന്റെ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് ദേവാലയങ്ങളില് അത് ആചരിക്കുന്നത്. ഞാനിപ്പം ബാധിക്കുമൊന്നുമല്ല. അല്ലാതെ പോപ്പ് അതിന്റെ കൊണ്ടുവന്ന ഭരണപരിഷ്കാരമൊന്നും അല്ല. ഇത് സെഹ്യോൻ മാളിയിൽ അന്ന് നടന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അത് ആ ഉപദേശം അതിനു മുമ്പ് വരെ 1229 വരെ മറ്റേ രീതിയിൽ വേറെ ഓർമ്മയ്ക്കായിട്ടാണ്. അത് ശരീരമായിട്ട് മാറുമെന്നുള്ള ഉപദേശം പഠിപ്പിച്ചത് അന്നാണ്. അത് അന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചതിന്റെ മീനിങ് ഇതാണെന്നും പറഞ്ഞ് ഇന്റർപ്രറ്റ് ചെയ്ത് 1229 അതുവരെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ ഞാൻ വാതിലാകുന്നു പറഞ്ഞാൽ കഥ പിന്നെ മരങ്ങളുണ്ടാക്കി വാതിലാകുന്നു അല്ലല്ലോ. അലങ്കാര ഭാഷ വേദോസ്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലിറ്ററായിട്ട് എടുക്കേണ്ട സംഗതികളുണ്ട്, അലങ്കാരമായിട്ട് എടുക്കേണ്ടിയുണ്ട്. അപ്പൊ അങ്ങനെ ഉടനെ മാറുകയാണെങ്കിൽ അത് രക്തം രുചി വരുമോ അല്ലെങ്കിൽ ബ്രെഡ് വരുമോ? അപ്പൊ 1229 അത് ഇപ്പം സിസ്റ്റർ പറഞ്ഞ ആ ബൈബിളിലെ ഭാഗം എടുത്ത് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തത്. അതാണ് ഞാനിവിടെ പറഞ്ഞ ഡേറ്റ്. അതുവരെ മറ്റേ രീതിയിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഓർമ്മയ്ക്കായിട്ട് ചെയ്തിരുന്ന് മാറുകയില്ലെന്നുള്ളതാണ്. AD 1414 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലാണ് വൈൻ വാസ് ബാൻ ഫ്രം ദി ലേമൻ. വൈൻ കൊടുക്കും. ഇപ്പം കുർബാനയ്ക്ക് പോകുമ്പോൾ വൈൻ കിട്ടുമോ ആൾക്കാർക്ക്? വൈൻ അല്പം ഈ അപ്പത്തിനകത്ത് ശകലം ഒഴിച്ചിട്ടാ അത് രണ്ടും കൂടെ കലർത്തിയാ തരുന്നത്. അതെ. അത് പിന്നെ വൈന് പ്രീസ്റ്റ് തന്നെ കുടിക്കില്ലയോ? ബാക്കി പ്രീസ്റ്റാ കുടിക്കുന്നത്. അപ്പൊ അത് ലേമന് വൈനായിട്ട് കൊടുക്കുന്നില്ല. പിന്നെ അത് ഈ അപ്പം ഒന്നും ഇറക്കാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ വൈനായിട്ട് കൊടുക്കണം. അല്ലാത്തവർക്ക് ഇത് രണ്ടും കൂടെ കലർത്തി അപ്പവും മീനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ. ഞാനിതിനകത്തൊന്നും നിങ്ങളെ വാദമല്ല.
അല്ല മനസ്സിലായി സിസ്റ്റർ. അറിയാവുന്ന കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതെ അതെ. അന്നമ്മൽ സിസ്റ്റർ കാതലിക് ആണോ ഓർത്തഡോക്സ് ആണോ? ഞാൻ ഓർത്തഡോക്സാ. ഓ, അന്നേരം വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറയുന്നത് പ്രധാനമായിട്ട് അല്ല, അന്ന് ഈ പോപ്പിന്റെ ഒന്നും പിന്തുടർച്ചയല്ല അതെ. അപ്പൊ ഈ എല്ലാ കാര്യത്തിലും അതിന്റെ പിന്തുടർച്ചയാ. മനസ്സിലായി. അപ്പൊ എന്നാൽ യാക്കോബക്കാർക്കും ഓർത്തഡോക്സുകാർക്കും ഓർത്തഡോക്സുകാർക്കും യാക്കോബക്കാർക്കും കാതലിക്കുമായിട്ട് സ്വല്പം വ്യത്യാസമുണ്ട് എല്ലാ കാര്യത്തിലും. മുമ്പേ പറഞ്ഞ അവര് ബ്രെഡും മീനും അല്ല കൊടുക്കുന്നത്, അവര് ബിസ്ക്കറ്റ് പോലെ ഒരു സാധനമാണ്. അതെ. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ ഞാനീ പറയുന്ന ഈ കാതലിക്കിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം പിന്നെ പിരിഞ്ഞ് ബാക്കിയുള്ളത് വന്നത്. അപ്പൊ അവിടെ അതാണ് പ്രധാനമായിട്ട് അതിൽ നിന്നാണ് പോകുന്നത്. 1439 ഫ്ലോറൻസ് കൗൺസിലാണ് പർഗേറ്ററിയെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ സിസ്റ്ററിന്റെ നമ്മൾ ഹാൻഡിൽ ചെയ്ത പർഗേറ്ററിയാണ്. അത് എനിക്ക് അതിനെ കുറിച്ച് ഒരു ചെറിയ സംശയമുണ്ട്. അത് ഞാനത് എനിക്ക് അതിന് ബൈബിൾ അടിസ്ഥാനത്തിൽ എനിക്കത് വായിച്ചു നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കേട്ടതിനാണ് ഞാൻ പറയുന്നത്. അത് ഞങ്ങള് ഈ വെള്ളിയാഴ്ച ഒക്കെ പറയുന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പാതാളത്തിൽ പോയി സുവിശേഷം അറിയിച്ചത് ഞങ്ങളുടെ വിശ്വാസത്തിന് യാക്കോബക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. പാതാളത്തിൽ പോയി സുവിശേഷം അറിയിച്ചെന്ന പറഞ്ഞു. അങ്ങനുണ്ട്. എനിക്ക് അതിനെ ബൈബിൾ അടിസ്ഥാനത്തിൽ അതിന്റെ റെഫറൻസ് എടുത്ത് പിന്നിച്ചൂടെ നോക്കിയിട്ട് ഞാൻ പറയാം. അതിപ്പോ ആ വിഷയമല്ലല്ലോ. എനിക്കറിയത്തില്ല, ഉണ്ടോ ഇല്ലെന്ന് അറിയാതെ എനിക്ക് വായിക്കാനും. അതിന്റെയും പിന്നെ സംശയം ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ വേണേ ഞാൻ അയച്ചു തരാം. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തെന്നുള്ള ഞാൻ ഇതിന്റെ അകത്ത് വേണേ പോസ്റ്റ് ചെയ്യാം. അത് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അതിനകത്തോട്ട് സുവിശേഷത്തിലോട്ട് ഞാൻ വായിച്ചിട്ടൊന്നും പറഞ്ഞോളാം. പിന്നെ 1439 ഈ പർഗേറ്ററിയുടെ ഈ ഉപദേശം കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് വരെ മറ്റേ രീതിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. 1545 അപ്പോക്രിഫ വാസ് ഇൻക്ലൂഡഡ്. അതുവരെ അപ്പോക്രിഫ ബൈബിളിൽ ഇല്ലായിരുന്നു. ട്രെൻഡ് കൗൺസിലാണ് ആദ്യം 1545 വരെ. പിന്നെ 1854 ഓൺലി ഒറിജിൻ ഓഫ് മേരി വാസ് അക്സെപ്റ്റഡ് ആസ് എ ഡോക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്ത് മേരിയുടെ അക്സെപ്റ്റ് ചെയ്ത ആ വർഷമാണ്. പിന്നെ ആരും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല. ബൈബിളിൽ വ്യക്തമായിട്ടുണ്ടല്ലോ യേശു പിന്നെ മേരിയിൽ നിന്നാണ് പിന്നെ യേശു ജനിച്ചത്. അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം എന്തോ അതിനകത്ത് അല്ല. ഞാനീ പറയുന്നത് ഈ കാതലിക് ഹിസ്റ്ററിയിൽ നിന്ന് എടുത്ത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മേരിയിൽ നിന്ന് ജാതനായതാ യേശു ക്രിസ്തു. അല്ല, അതിനാർക്കും ഡിബേറ്റ് ഇല്ലല്ലോ. യേശു ക്രിസ്തുവിന്റെ അമ്മ. അതെ, അതിന് ആരും ഡിബേറ്റ് അല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അല്ലാതെ ആരും തെളിയിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയാമായിരുന്നു. ഇത് ഉപദേശത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ദൈവത്തിന്റെ അമ്മയാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിനെ കുറിച്ച്. അതാണ് ഇവിടെ ഈ ഹിസ്റ്ററി ഞാൻ വായിക്കുന്നത്. 1870 വത്തിക്കാൻ സിനഡിലാണ് ഇത് പോപ്പിന് ഇൻഫാലിബിലിറ്റി ഇവിടെ തെറ്റ് ചെയ്യാൻ അപ്രമാദിത്യം ഉണ്ടെന്ന് അവിടെ പറയുന്നത്. 1870 വരെ പോപ്പിന് അപ്രമാദിത്യം ഉണ്ടെന്ന് അവിടെ അന്നാണ് അവിടെ തെളിയിച്ചത്. അവർ അപ്രൂവ് ചെയ്തത്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ലാസ്റ്റ് പോയിന്റ് 1950 പോപ്പ് പിയൂസ് മേരി സ്വർഗാരോഹണം ചെയ്തു എന്ന് പഠിപ്പിക്കുന്നത്. ഇത്രയും ഞാനൊന്ന് പറഞ്ഞോട്ടെ. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഒന്നും ഞങ്ങളാരും വിശ്വസിക്കുകയോ അതിനെ ഞങ്ങൾ പിന്തുടരുകയോ ചെയ്യുന്നതേ ഇല്ല. ആ വിശ്വാസം ഞങ്ങളാരും പിന്തുടരുന്നില്ല. പിന്നെ അവര് പഠിപ്പിക്കുന്നത് എന്താണെന്ന് എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് ഞാനിപ്പോ പ്രധാനമായിട്ട് ആദ്യമേ ഞാൻ പറഞ്ഞു അവരെല്ലാം അടിസ്ഥാനമായിട്ട് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിരിക്കുന്നത്. അവർക്കിപ്പോ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇപ്പം മറ്റുള്ളവർക്ക് നമുക്ക് അത് വാദിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ അല്ല അടിസ്ഥാന തത്വം അവരുടെ ഒന്നും ആരും പിന്തുടരുന്നില്ല. അല്ല, അതിപ്പോ എനിവേ ഇത് വളരെ സാമ്യമുണ്ട്. അത് എനിക്ക് പറയാൻ ഇനി സമയമായി 9 മണിയായി. ഇപ്പൊ നിങ്ങളുടെ സമയം ഞാൻ ഈ ദൈവം അനുവദിച്ചാല് അടുത്ത ആഴ്ച തുയഥൈര സഭയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ആദ്യമായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഞാനത് ഈ ഡേറ്റ് അയച്ചു തരാം. അറിയിച്ചാല് സണ്ണി ഒരു PDF ഫയൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് അയച്ചു തന്നേര്. ഇത് PDF ഫയൽ ആക്കി ഞാൻ അയച്ചു തരാം. ആക്കി. ഓക്കെ. that will be appreciated. പിന്നെ യേശുക്രിസ്തു പാതാളത്തിൽ പോയതിന്റെ വീഡിയോ അയക്കണോ? അയച്ചു തരാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
എനിക്കത് അയക്കണ്ട. കാരണം ഞാൻ ബൈബിൾ വായിച്ചിട്ട് ബൈബിളിനകത്ത് എന്തോ അത് മനസ്സിലാക്കിക്കോളാം. ഞാൻ വാദിക്കാനൊന്നും പറഞ്ഞതല്ല. ഞങ്ങൾ അല്ലല്ല, അത് അന്നമ്മേ അതൊരു വാദമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് സംശയമുള്ളത് ചോദിച്ച് മനസ്സിലാക്കി മുൻപോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു വാദവും പ്രതിവാദവും ഒന്നുമല്ല. ഇത് നമ്മൾ പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ. പാതാളത്തിൽ പോയെന്നുള്ള ബൈബിളിലുണ്ട്. ബൈബിൾ എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ പാതാളത്തിൽ പോയെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എവിടാ കുഞ്ഞമ്മേ? അതൊന്ന് ആ റെഫറൻസ് ഒന്ന് കുഞ്ഞമ്മ അയച്ചു തരണേ. ഞാൻ അടുത്ത പ്രാവശ്യം എടുത്തുക. ഞാനിപ്പോ അതെവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാഞ്ഞോണ്ട് പറയാൻ റെഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാഞ്ഞ്. ഞാനൊന്ന് അത് ഏതായാലും സുവിശേഷത്തിലുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. യേശുക്രിസ്തു മരിച്ച ഉടനെ സ്വർഗത്തിലേക്കല്ലല്ലോ പോയത് പാതാളത്തിൽ ചെന്ന് ആദ്യം സ്വർഗപിതാവിന്റെ അടുക്കൽ ആദ്യം പോയത്. എനിവേ ഓക്കെ, എനിക്ക് പറഞ്ഞാല് സമയം തീർന്നിരിക്കല്ലേ. നിങ്ങളുടെ സമയം തീർന്നല്ലോ. എന്നാ പിന്നെ നിങ്ങൾ ഞാൻ ഇറങ്ങുക. താങ്ക് യു വെരി മച്ച് സണ്ണി.